ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ദേവഭൂമി എന്നറിയപ്പെടുന്നതും ഇന്ത്യയിലെ ഒരു സംസ്ഥാനവുമായ ഉത്തരാഖണ്ഡിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുമ്പ് ഉത്തരാഞ്ചൽ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരേന്ത്യയിലെ സംസ്ഥാനത്തെ 2 ഡിവിഷനുകളായി തരംതിരിച്ചിരിക്കുന്നു. ഗർവാൾ, ഖുമയൂൺ, ആകെ 13 ജില്ലകൾ. ശീതകാല സംസ്ഥാനവും സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരവും ഡെറാഡൂൺ ആണ്. ഇത് ഒരു റെയിൽ ഹെഡ് കൂടിയാണ്. 2020 മാർച്ച് 5-ന് ചമോലി ജില്ലയിലെ ഗൈർ സൈന്റ് തഹ്സിലിലെ വേനൽക്കാല സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. 2020 മാർച്ച് 5-ന് ചമോലി ജില്ലയിലെ ഗൈർ സൈന്റ് തഹ്സിലിലെ ഒരു പട്ടണമായ ബരരി സൈൻ ഉത്തരാഖണ്ഡിന്റെ വേനൽക്കാല തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിന്റെ ഹൈക്കോടതി നൈനിറ്റാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഭാവിയിൽ ഹൽദ്വാനിയിലേക്ക് മാറ്റും. സംസ്ഥാനത്തെ തദ്ദേശീയരെ പൊതുവെ ഉത്തരാഖണ്ഡി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഉത്ഭവ പ്രദേശത്തെ ആശ്രയിച്ച് കൂടുതൽ വ്യക്തമായി ഗർവാലി അല്ലെങ്കിൽ കുമയൂണി എന്ന് പറയാം. 2011 സെൻസസ് പ്രകാരം ഉത്തരാഖണ്ഡിൽ 1,86,292 ജനസംഖ്യയുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള 20ാമത്തെ സംസ്ഥാനമായി മാറുന്നു. വടക്ക് എന്നർത്ഥം വരുന്ന ഉത്തര സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ഉത്തരാഖണ്ഡിന്റെ പേര് ഉത്ഭവിച്ചത്. ആദ്യകാല ഹിന്ദു ഗ്രന്ഥങ്ങളിൽ ഈ പേര് കേദാർഗഡ്, മനസ്ഗഡ് എന്നിവയുടെ സംയോജിത പ്രദേശമായി പരാമർശിക്കപ്പെടുന്നു. ഇന്ത്യൻ ഹിമാലയത്തിന് മധ്യഭാഗത്തെ പുരാതന പുരാണ പദവും ഉത്തരാഖണ്ഡ് ആയിരുന്നു. ഉത്തരാഖണ്ഡിന്റെ വിസ്തീർണം 20,682 ചതുരശ്ര മൈലാണ്. ഇതിൽ 86% പർവ്വത പ്രദേശങ്ങളും 65% വനങ്ങളാൽ മൂടപ്പെട്ടതുമാണ്. സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗത്തിന്റെ ഭൂരിഭാഗവും ഉയർന്ന ഹിമാലയൻ കൊടുമുടികളാലും ഹിമാലുകളാലും മൂടപ്പെട്ടിരിക്കുന്നു. ഹിമാലയ പർവ്വത നിരകളുടെ തെക്കൻ ചരിവിലാണ് ഉത്തരാഖണ്ഡ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിൽ സസ്യജന്തുജാലങ്ങളുടെ വൈവിധ്യമുണ്ട്. സംസ്ഥാനത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 65% വരുന്ന 13,385 ചതുരശ്ര മൈലാണ് ഇതിനുള്ളത്. അപൂർവ ഇനം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആവാസ കേന്ദ്രമാണ് ഉത്തരാഖണ്ഡ്. അവയിൽ പലതും വന്യജീവി സങ്കേതങ്ങളാലും കരുതൽ ശേഖരങ്ങളാലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഉത്തരാഖണ്ഡിന്റെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. 2011 സെൻസസ് പ്രകാരം ജനസംഖ്യയുടെ 43% പ്രാദേശികമായി സംസാരിക്കുന്നു. ഇതുവരെ എണ്ണപ്പെട്ട എല്ലാ ഭാഷകളും ഇന്തോ ആര്യൻ കുടുംബത്തിൽപ്പെട്ടതാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷയായ സംസ്കൃതത്തെ 2ാമത്തെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചു. ഈ പ്രദേശവുമായുള്ള ചരിത്രപരമായ ബന്ധത്തിന്റെ പേരിൽ BJP സർക്കാർ നിലവിൽ ഭാഷയ്ക്ക് മാതൃഭാഷയില്ല. മാത്രമല്ല, അതിന്റെ ഉപയോഗം വിദ്യാഭ്യാസപരമായും മതപരവുമായ ക്രമീകരണങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഉത്തരാഖണ്ഡിലെ നിവാസികളിൽ 4-ൽ-അധികം ഹിന്ദുക്കളാണ്. ഇന്ത്യൻ ഭരണഘടനയെ പിന്തുടരുന്ന എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും പോലെ ഉത്തരാഖണ്ഡിലും അതിന്റെ സർക്കാരിന് പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ പാർലമെന്ററി സംവിധാനമുണ്ട്. പ്രമുഖ പ്രാദേശിക കരകൗശല വസ്തുക്കളിൽ ലിഖിത എന്നറിയപ്പെടുന്ന മരം കൊത്തുപണിയാണ് ഇത്. ഉത്തരാഖണ്ഡിലെ കുമയോൺ മേഖലയിലെ അലങ്കരിച്ച ക്ഷേത്രങ്ങളിൽ പതിവായി കാണപ്പെടുന്നു. നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും വിളമ്പുന്നുണ്ടെങ്കിലും ഗോതമ്പ് മുഖ്യാഹാരമായ പച്ചക്കറികളാണ് ഉത്തരാഖണ്ഡിലെ പ്രാഥമിക ഭക്ഷണം. തക്കാളി, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ അപര്യാപ്തമായ ഉപയോഗമാണ് ഉത്തരാഖണ്ഡ് പാചകരീതിയുടെ സവിശേഷത. ഈ പ്രദേശത്തെ നൃത്തങ്ങൾ ജീവിതവുമായും മനുഷ്യന്റെ അസ്വസ്ഥവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ എണ്ണമറ്റ മാനസിക വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. സംഗീതം ഇവിടുത്തെ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.